ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷമാണ്. കാരണം നമ്മൾ കുറേ നാളത്തെ സ്വപ്നമായിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞങ്ങൾ തുടങ്ങി വെച്ചൊരു പ്രോജക്റ്റാണിത്. വിഷ്ണുവിൻ്റെ മനസ്സിൽ ഒരു വിത്തായി വന്നത് ഇന്ന് ചെടിയായി മരമായി നിൽക്കുകയാണ്. ഇനി ഇത് വളർച്ചമായി മാറാനുള്ള പ്രാർത്ഥനയും പ്രയത്നമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ശ്രീ അയ്യപ്പൻ ഡിസംബർ 12 എത്തുകയാണ്. നമ്മുടെ വേണ്ടപ്പെട്ട അടുത്ത തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഏറ്റവും മികച്ചൊരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ 7ഓളം പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. ഈ സിനിമയുടെ രചയിതാവും നമ്മുടെ ഗാനരചയിതാവും സംഗീത സംവിധായകരൊക്കെ നിങ്ങളോടൊപ്പം ഈ വേദിയിലുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു പാട്ട് പാടുന്ന തെറ്റുണ്ടോ? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, 8 വർഷത്തിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു ഡിവോഷണൽ സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പഞ്ചലോഹപ്പടികളെ ശരണമയ്യപ്പ, പുണ്യപമ്പ സ്നാനമേ ശരണമയ്യപ്പ, പഞ്ചലോകപ്പടികളെ ശരണമയ്യപ്പ, പുണ്യപമ്പ സ്നാനമേ ശരണമയ്യപ്പ, പാവനമാം സവിധേ അനയും ഭക്തരേ പാപമകറ്റി ഇടേണമേ, പുണ്യപമ്പ സ്നാനമേ ശരണമയ്യപ്പ. വലിയ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോ ഇനിയിപ്പോ നമ്മളെ ചടങ്ങിലേക്ക് കിടക്കാൻ പോകണല്ലോ. അപ്പൊ നമ്മുടെ ഓഡിയോ ലോഞ്ച് ചടങ്ങിലേക്ക് കിടക്കാം. ഡിസ്ക് റിവീലിംഗ്. ഓക്കെ, പിയറോ ഐശ്വര്യ രാജനെ കൂടി ഞാൻ വേദിയിലേക്ക് നമ്മുടെ ഡിസ്ക് റിവീലായിരിക്കുകയാണ്. ഇതാണ് ശ്രീ അയ്യപ്പൻ മൂവിയുടെ ഓഡിയോ ലോഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, മ്യൂസിക് ഡയറക്ടർ. എല്ലാവർക്കും നമസ്കാരം. ഒരു 2ാമത്തെ സിനിമയാണിത്. അപ്പോൾ ഇതിൽ ഒരു 7 പാട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇന്നിപ്പോൾ MC ഓഡിയോസിലൂടെ അതിൻ്റെ ആദ്യ ഗാനം മധുബാലകൃഷ്ണൻ സാർ പാടിയ ആദ്യത്തെ പാട്ട് റിലീസാണ് 5:30. പിന്നെ ഇവരുടെ കൂടെ എല്ലാം അഞ്ജുഷേട്ടനായാലും സുധീരനായാലും ആയാലും എല്ലാവരെയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കഴിയുന്നത് വലിയ സന്തോഷം. പിന്നെ സുരേഷ് സത്യം ഭയങ്കര ഞങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമയിൽ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം. പാട്ടുകളെല്ലാം നല്ല രീതിയിൽ വിജയിപ്പിക്കാനുള്ള നിങ്ങളുടെ സപ്പോർട്ടും സിനിമയിൽ ഇറങ്ങുമ്പോൾ അതിനുള്ള സപ്പോർട്ടും എല്ലാവരും പറഞ്ഞുണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്വന്തം ദാസാർ നമ്മുടെ 4 തലമുറയായി പാടി വെച്ചിരിക്കുന്ന ഒരു പാട്ടാണ് ഹരിവരാസന പറഞ്ഞ പാട്ട്. അപ്പോൾ ജീവിതത്തിൽ ആ പാട്ടൊന്ന് കൈവയ്ക്കാൻ പറ്റിയത് ഏറ്റവും ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ എല്ലാവരും ഇതിലെ പാട്ടുകളും സിനിമയെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഈ ഒരു ചിത്രത്തില് തീർച്ചയായിട്ടും ഗാനങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഈ ഒരു ചിത്രത്തില് തീർച്ചയായിട്ടും ഗാനങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഒരു 7 ഗാനങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. അപ്പോൾ ഞാൻ ജീവിതം ചേർന്ന് ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളാണ്. അത് ഈ ഡയറക്ടർക്ക് ഇഷ്ടപ്പെടുകയും ഞങ്ങൾ അങ്ങനെ സിനിമയിലോട്ട് ഈ ഗാനങ്ങൾ ചേർത്തെടുക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഈ ഗാനങ്ങൾ ഞങ്ങൾ എന്തായാലും ഗ്യാരണ്ടി പറയുന്നത് അത്ര നല്ല ഗാനങ്ങൾ. അതിലൂടെ തന്നെ ഈ ചിത്രവും അതുപോലെ തന്നെ മനോഹരമായി ഇവിടെ എല്ലാവരും ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടാതെ ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ട് ഈ സിനിമ എന്ന് പറയും. ചെറിയൊരു വേഷം, എന്താ തന്നെ പ്രൊഫഷനായ ഒരു ഡോക്ടറുടെ വേഷമാണ്. ഒരു 2 മിനിറ്റൊക്കെ ഒരു വേഷമുണ്ട്. ചേർന്ന്
നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് പറയുമ്പോൾ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരും അതുപോലെ പാട്ടുകാർക്ക് ഒരു പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ ഇത് വളരെയധികം സന്തോഷം. ഒരു അവസരം തന്നതിന് ജീവൻ ബ്രോ താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു പുതിയ സിനിമയുടെ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു ഓഡിയോ ലോഞ്ച് സംഘടിപ്പിച്ചതിനും ഒത്തിരി നന്ദി പറയുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു പാട്ട് പാടാം. ഈ ഒരു സോങ്ങില് അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഒത്തിരി സ്നേഹം. ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണത്. കാരണം നമുക്കറിയാം നമ്മുടെ ശ്രീ അയ്യപ്പൻ എന്ന സിനിമ ഒരു സൗഹൃദത്തിന്റെ ഒരു എന്താണ് ഒരു നേർക്കാഴ്ചയായിട്ട് നമുക്കിത് പറയാൻ പറ്റും. കാരണം ഞങ്ങള് ഈ സിനിമ തുടർന്നത് തന്നെ അങ്ങനെയാണ്. വിഷ്ണു എന്നോട് സംസാരിക്കുന്നു. നമ്മുടെ ഷാജി പൊന്നിലാൽ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറുണ്ട്. നമുക്ക് ഈ സിനിമ തുടങ്ങിയ ഒരു സിനിമയാണിത്. സിനിമയുടെ യാത്രയിൽ നമ്മുടെ സൗഹൃദങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് സുധീറിന്റെ പേര് വരുന്നതും റിയാസ് ഖാന്റെ പേര് വരുന്നതും അങ്ങനെയൊക്കെ നമ്മൾ അത് ഐക്യ വിളിക്കുന്നതൊക്കെ എല്ലാം സൗഹൃദത്തിന്റെ ഒരു ഭംഗിയായിരുന്നു. അപ്പോ എന്താ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്കുള്ള ശരി എത്തിയിട്ടുണ്ട്. ഇതെല്ലാം സൗഹൃദത്തിന്റെ ഭാഗമാണ്. കാരണം ഞങ്ങൾ ഈ പാട്ടുകളുടെ പിന്നിൽ തന്നെ ഒരു കഥയുണ്ട്. അതായത് ഞാനിപ്പോ സുരേഷ് സാർ തമ്മിൽ ഒരു സൗഹൃദമുണ്ട്. കുറച്ച് നാൾ മുമ്പ് തുടങ്ങിയ സൗഹൃദമാണ്. അതിങ്ങനെ ഈ പറഞ്ഞതുപോലെ പരസ്പരം കലാകാരന്മാരെ സ്നേഹിക്കുന്ന ഒരു സൗഹൃദം. അങ്ങനെയാണ് ഞാനാണ് സാറിന് ഇതിനു മുമ്പ് നമ്മുടെ ഒരു ഷോർട്ട് മൂവിക്ക് വേണ്ടി ഒരു പാട്ടിനെ വേണ്ടി വിളിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു പാട്ടോടുകൂടി ഞങ്ങൾക്ക് മ്യൂസിക്കോട് തരികയും ഞങ്ങളെ സപ്പോർട്ടുകയും ചെയ്തു. വിഷ്ണു സൗഹൃദത്തെ സംരക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ വിഷ്ണു തീർച്ചയായിട്ടും അടുത്ത സിനിമ വന്ന സമയത്ത് സാറിനെ തന്നെ ഓർത്തെടുത്തു. പിന്നെ അതിനേക്കാൾ ഉപരി പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തു. ഇന്നിപ്പോ ഞങ്ങളുടെ നെടുത്തുകൂടെ നിൽക്കുന്ന ശ്രീകുമാരനെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഷാജി ചേട്ടനെ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഷാജി പൊന്നിലാൽ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഡ്യൂസറാണ്. ഇനിയിപ്പോ നിൽക്കുന്ന ആദ്യ മീഡിയയുടെ നെടുത്തുമായിട്ടുള്ള ശ്രീകുമാരൻ ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുന്നത്. ശ്രീകുമാരനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഞങ്ങള് എത്ര പറഞ്ഞാലും അത് ഞാൻ ഇതോട് റിയാസ്കോട് പറയായിരുന്നു. അതായത് നമ്മള് ശരി ഓക്കെ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതുപോലെ ഒരുപാട് എല്ലാം ഞാൻ ചുരുക്കി പറഞ്ഞത് എല്ലാം സൗഹൃദത്തിന്റെ ഒരു അതിർവരമ്പില്ലാത്ത സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മയുടെ സ്നേഹത്തിന്റെ ഒരുമയുടെ ഭാഗമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. പിന്നെ സുഖമല്ലേ? മോൾക്ക് സുഖമാണോ? ആദ്യത്തെ സിനിമ ഇറങ്ങുമല്ലേ? ഞാൻ മോളുടെ വലിയ ഫാനാണ് കേട്ടോ. മോളെ ഫസ്റ്റ് പടമല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരൊക്കെ അഭിനയിച്ചത് ഇഷ്ടപ്പെട്ടു? ആരെയും കൂടുതൽ ഇഷ്ടപ്പെട്ടവരില്ലേ? എല്ലാം ഇഷ്ടപ്പെട്ടു.
എല്ലാവരും ഇഷ്ടമാണ്. സംവിധായകനാണ്. ശ്രീ ഇപ്പൊ ആ ടൈറ്റിലേക്ക് നമുക്ക് ഏകദേശം കഥ എഴുതുന്നതായിരിക്കും. എനിക്ക് റിലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതേപോലെ ഒരുപാട് സ്റ്റോറികൾ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രസന്റ് ചെയ്യുമ്പോൾ അതിലൊരു പുതുമ ഉണ്ടാവണം. അല്ല ആളുകൾക്ക് ഇത് പഴയതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാതെ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു എലമെന്റ് അതിനകത്ത് കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇത് ശ്രീയിൽ എന്താണ് ഇത് പ്രഷറിലേക്ക് എത്തിക്കണം താല്പര്യം? ശ്രീയപ്പൻ എന്ന് പറയുന്ന സിനിമയില് ശ്രീയപ്പൻ എന്ന സിനിമയിൽ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ടെററിസ്റ്റുകൾ ഡിസംബർ 6-ാം തീയതി പൗർണമി ഡേയിലാണ് ശബരിമല ആക്രമിക്കാൻ വരുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇന്നുവരെ നമ്മുടെ ശബരിമലയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അയ്യപ്പനെ കുറിച്ചിട്ട് സ്റ്റോറി വന്നിട്ടില്ല, എനിക്ക് തോന്നുന്നു വന്നിട്ടില്ല. എല്ലാ അയ്യപ്പനെ കുറിച്ചുള്ള സിനിമകളും ഏറ്റവും ഒരേ പേറ്റേണിൽ തന്നെയാണ്. ഏറ്റവും അവസാനം അയ്യപ്പൻ രക്ഷിക്കുന്നു അങ്ങനെയൊക്കെയുള്ള നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എങ്കിൽ കുറച്ച് ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കവിതകളും ചേർത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ടെററിസ്റ്റ് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഡൽഹിയിൽ നടന്ന സ്ഫോടനം, ഓക്കെ, അതൊക്കെ ഡിസംബർ 6-ാം തീയതി ആയിരുന്നു എന്നാണ് ന്യൂസിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. ഞങ്ങൾ 2 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് തന്നെയാണ് നമ്മുടെ സബ്ജക്ട്. നോർമലി നമ്മളിപ്പോൾ ഡിവൈൻ സബ്ജക്ട്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പം ഒരു കാര്യം തന്നെ 10 പേര് ഒരാളോട് പറയുകയാണെങ്കിൽ ആ കേൾക്കുന്ന ആൾക്ക് 10 രീതിയിലായിരിക്കും. പക്ഷെ ആ കേൾക്കുന്ന ആള് ചിലപ്പം വേറെ ആളോട് പറയുമ്പോൾ 100 അർത്ഥത്തിലായിരിക്കും പറയുന്നത്. അപ്പം ഇതേപോലെ സബ്ജക്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു തീർക്കുന്നുണ്ട്. കാരണം അയ്യപ്പന്റെ സീരിയൽസ് വരുന്നുണ്ട്, സിനിമകൾ വരുന്നുണ്ട്, പലതും ഓരോ കാര്യമായിരിക്കും പറയുന്നത്. പക്ഷെ പല രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഇതിൽ എത്രത്തോളം മിത്തുണ്ട്, എത്രത്തോളം റിയാലിറ്റി ഉണ്ട്, എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം മിഥ്യയുണ്ട് നമ്മൾ ഒരു കൺഫ്യൂഷൻ കാണുന്ന ഓഡിയൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം ഇതിൽ എത്രത്തോളം മിഥ്യയാണോ സത്യമാണോ? ഇത് രണ്ട് രീതിയിലും പറയാം നമുക്ക്. അതായത് എല്ലാവർക്കും ഇപ്പൊ വിശ്വാസം ഉണ്ടാവണമെന്നില്ല. വിശ്വാസം ഉള്ളവരുണ്ട്, വിശ്വാസം ഇല്ലാത്തവരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമുണ്ട്. പക്ഷെ എനിക്ക് വിശ്വാസമില്ലാത്ത ഓഡിയൻസ് ഓൾറെഡി സിനിമ കയറും. അപ്പൊ രണ്ട് രീതിയിൽ ഞങ്ങൾ ഇതിനകത്ത് ക്ലൈമാക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട്, എന്റെ മുമ്പിൽ അയ്യപ്പൻ വന്നിട്ടുണ്ട്, ഓക്കെ, ഞാൻ അമ്പലത്തിൽ പോയി തൊഴുന്നുണ്ട്, ഞാൻ അയ്യപ്പനെ അവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ നിരീശ്വരവാദിയ ഒരാൾ വന്നാലും പുള്ളിക്ക് ഓക്കെ ഓക്കെ ആണ്, ഓക്കെ ദൈവം ഇല്ല, വേറെ ആൾ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഞങ്ങൾ ക്ലൈമാക്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനെയും ഓക്കെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എലമെന്റ്സ് ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിലൊരുപാട് ഇന്റർവ്യൂസ് ഒക്കെ കേട്ടത് ഒരുപാട് ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങൾ കുറച്ചുകൂടെ അയ്യപ്പ കഥാപാത്രമായിട്ടാണ് ഒന്ന് പറയായിരുന്നു. ശരി, എങ്ങനെയാണ് കഥാപാത്രം കേട്ടപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് ഒരു ഫാമിലി മാനായിട്ടാണ് ഇതിനകത്ത് ചെയ്തത്. സാധാരണ വില്ലനിസോ ഒന്നുമില്ല. ഒരു രണ്ടറ്റം കൂട്ടുപിടിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായ ബിസിനസ്സുകാരൻ, ദൈവവിശ്വാസമല്ല. ദൈവം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന് ഭയങ്കര പുച്ഛവും വെറുതെ ഇല്ലാത്തൊരു കാര്യത്തിനെ വെറുതെ എന്തിനാ. പിന്നെ അയാൾ വിശ്വാസത്തിലേക്ക് വരുന്ന സംഭവമാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വില്ലൻ കഥാപാത്രങ്ങളിൽ നമ്മള് ഒരു ഫസ്റ്റ് ഒരു ഇമേജ് കാണുവാൻ നിങ്ങളുടെ മുമ്പായിരിക്കും മലയാളികൾക്ക് കുറച്ചുകൂടെ ഫേവറബിൾ, അല്ലെങ്കിൽ വില്ലൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പായിരിക്കും കൂടുതൽ ഓർക്കാറുള്ളത്. അപ്പോൾ ബേസിക്കലി ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ഹീറോയേക്കാളും കൂടുതൽ ഒരു വില്ലനെ ക്രിയേറ്റ് ചെയ്യുന്ന എനിക്ക് പാടാണ്. ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടായാലേ അവിടെ ഒരു ലൈറ്റ് കിട്ടും. പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്. ഇത് ഇന്നല്ല, എല്ലാ കാലഘട്ടം സിനിമ തുടങ്ങിയ കാലഘട്ടം പോലെ ഹീറോ ഒരു വില്ലൻ. സോ വില്ലൻ എത്രമാത്രം ശക്തമാക്കുന്നോ അത്രയും ഹീറോ പൊങ്ങി. സോ അതാണ് MGR നമ്പ്യാർ ഒക്കെ പറയുന്നത്, അങ്ങനെയാണ്. സോ പക്ഷെ ഇതില് അതും ഈ സിനിമയായിട്ട് എനിക്ക് ബന്ധമില്ല. ഞാനിതില് ഒരു സ്പെഷ്യൽ സ്ക്വാഡ് പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. ഡിസംബർ 6 സാർ പറഞ്ഞ പോലെ, വിഷ്ണു സാർ പറഞ്ഞ പോലെ ഡിസംബർ 6 ശബരിമലയിൽ ഒരു വലിയ അറ്റാക്ക് നടക്കാൻ പോകുന്നു. അത് സ്റ്റോപ്പ് ചെയ്യാനും അവിടെയുള്ള ജനങ്ങളെ കാത്തു സൂക്ഷിക്കാനും സ്പെഷ്യൽ സ്ക്വാഡായിട്ട് വരുന്നൊരു പോലീസ് ഓഫീസറാണ് അൻവർ എന്ന് പറയും. അത് കുറെ ഇന്റർലിങ്ക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പടം കാണുമ്പോൾ കണക്ട് ചെയ്യാം. അൻവറാണോ ബാബർ നിങ്ങൾക്ക് അത് ജഡ്ജ് ചെയ്യാം അങ്ങോട്ടും.
ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ നമ്മൾ ചെയ്യുന്ന ചേട്ടാ റിലീസ് കാണുന്ന മലയാളികൾ ഇപ്പോഴും ഒരു ഹ്യൂമർ കഥാപാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി മാൻ ആയിട്ടുള്ള നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളുടെ കഥാപാത്രങ്ങളാണ് കൂടുതൽ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ളത്. തീർച്ചയായും. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും നമ്മൾ ആഗ്രഹമുള്ള ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചും എന്റെ കഥാപാത്രം എന്ന വിഷയം ബ്രേക്ക് ചെയ്യുന്നു, എനിക്ക് കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഒരു കഥാപാത്രം വന്നിരുന്നില്ല, അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒതുക്കാറുണ്ടോ ചേട്ടാ? അത്രത്തോളം ഷെയ്ഡ് കുട്ടിക്കാൻ അത്രത്തോളം എഫേർട്ട് ഉണ്ട്? അല്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ തന്നെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയ സീരിയൽ സ്ത്രീയുടെ അവസാനത്തെ സെഗ്മെന്റിൽ ഞാനത് നെഗറ്റീവ് റോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ തമിഴിലേക്ക് ആദ്യം ചെയ്ത മേഖല എന്നൊരു സീരിയലിൽ ഞാനാണ് നെഗറ്റീവ് ചെയ്തത്. ഈ പറഞ്ഞ പോലെ നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്, എത്രത്തോളം നമ്മുടെ ആൾക്കാരിലേക്ക് അത് എത്തുന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അപ്പൊ കഥാപാത്രങ്ങൾ ഏത് വന്നാലും ചെയ്യാനുള്ളൊരു സന്തോഷം എനിക്കുണ്ട്, അത് ചെയ്തുകൊണ്ടേയിരിക്കും. അയ്യപ്പനിലെ കഥാപാത്രം, എന്റെ കഥാപാത്രത്തിന്റെ പേര് മണികണ്ഠൻ എന്നാണ്. മണികണ്ഠൻ എന്ന് കേൾക്കുമ്പോൾ അയ്യപ്പന്റെ പേരാണ്, പക്ഷെ ഞാൻ അയ്യപ്പനായിട്ടല്ല, അയ്യപ്പനായിട്ട് വേറെ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ആ ലീഡ് റോൾ ചെയ്യുന്നുണ്ട് വലിയ സന്തോഷത്തോടു കൂടി തന്നെ. ഇതൊരു പട്ടാളക്കാരനാണ്. പട്ടാളക്കാരൻ എന്റെ അമ്മയാണ് ചേച്ചി അഭിനയിക്കുന്നത്, കുറച്ചിനായിട്ട് കലാകും ചേച്ചി അഭിനയിക്കുന്നത്, അച്ഛനായിട്ട് കോട്ടയം രമേശ്വരൻ അഭിനയിക്കുന്നു. അപ്പൊ ഇത് സന്ദർഭവശാൽ ഞാൻ ഒരു മടക്കി പോകുന്ന ഒരു സാഹചര്യത്തിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഒരു യാത്രയുണ്ട്, ശബരിമലയിലേക്കുള്ള യാത്ര. ആ യാത്രയുടെ ഭാഗമായിട്ട് ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടുമുട്ടുന്ന സുഹൃത്താണ് ശബരി എന്നൊക്കെ കഥാപാത്രം ചെയ്യുന്ന സുധീർ. പിന്നെ ഇൻ ബിറ്റ്വീൻ നമുക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞ പോലെ നമ്മൾ ഭക്തർ അമ്പലത്തെ ലക്ഷ്യമാക്കി പോകുന്ന സമയത്ത് തന്നെ അമ്പലത്തെ ലക്ഷ്യമാക്കി മറ്റാരെങ്കിലും എന്തെങ്കിലും എന്താണ് അനുചിതമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാനായിട്ട് വരുന്ന വാവർ അല്ലെങ്കിൽ അൻസാർ എന്ന കഥാപാത്രമായിട്ട് റിയാസ്ക വരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ എല്ലാവരും ഒരുമിച്ചുള്ള യാത്രയാണ് ഈ സിനിമ. വിശ്വാസികൾ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ശ്രീ അയ്യപ്പൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ വിശ്വാസികളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ടാർഗറ്റ് ചെയ്തിട്ടാണ് തോന്നൽ വരുന്നത്. വിശ്വാസികൾ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് അല്ല, വിശ്വാസികൾ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തത്. പിന്നെ നമ്മളൊരു സിനിമയുടെ പേരിടുമ്പോൾ എല്ലാത്തിലും എത്തണ്ടേ? അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ശബരിമല സബ്ജക്ട് പറയുമ്പോൾ വേറൊരു പേരിട്ട പേരിലേക്ക് ആരും വരത്തില്ല. അല്ലെങ്കിൽ എന്നെപ്പോലൊരു പുതുമുഖ ഡയറക്ടർക്ക് പെട്ടെന്ന് ഇങ്ങനൊരു പേരാകുമ്പോൾ എല്ലാവരും എത്തിക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ തന്നെയാണ് ശ്രീ അയ്യപ്പൻ എന്ന് പറഞ്ഞ പേരിട്ടത്. പേര് വരുമ്പോൾ തന്നെ അതിലൊരു ചെറിയ രീതിയിലേക്ക് ഒരു അടി ഫൈറ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണോ അപ്പോ അതുകൊണ്ടാണോ ഉറപ്പായിട്ടും. കാരണം ഒരു എലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ ബോഡിയുള്ള ഫിറ്റ്നസ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ അപ്പൊ ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഉറപ്പായിട്ട് ഓടുക, ചാടുക, എനിക്ക് ഒരുപാട് പരിപാടി ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബോഡി ഫിറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ വേണം. ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ തന്നെ റിയാസിറ്റിയോട് മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. 3 വർഷമായിട്ട് ഞാൻ റിയാസിറ്റിയുടെ കമ്പനിയുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിക്ക് വേണ്ടി എഴുതിയ ക്യാരക്ടർ തന്നെയാണ് ഇത്. മാസ് എലമെന്റ്സ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിലുണ്ടാ, പക്ഷെ പുള്ളി വേറെ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു വലിയ മാസ് അല്ല എങ്കിൽ കുറച്ച് പരിപാടികളല്ലാതെ നിങ്ങൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് ചെറിയൊരു കാര്യം കൂടി പറയാം. ഓക്കെ, ടെററിസ്റ്റുകൾ വരുമ്പോൾ ഉറപ്പായിട്ട് ഇന്ത്യൻ മിലിറ്ററി ഇറങ്ങി പറ്റും അല്ലെ? അത് ഒരു ഓഫീസറിന് മാത്രം നിൽക്കുന്ന പരിപാടിയല്ല. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവരെ ടെററിസ്റ്റിനെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യൻ മിലിറ്ററി തന്നെയാണ്, അതിലേക്ക് എത്തിക്കുന്നത് ഒക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ട്. പഴയ ഓഡിയൻസ് അല്ലല്ലോ ഇപ്പോഴത്തെ. പണ്ടായിരുന്നെങ്കിൽ 100 വില്ലന്മാരെ ഒരാൾക്ക് അടിച്ചിട്ടായിരുന്നു. അപ്പോഴൊക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ ട്രോള് കയറില്ല. അതൊക്കെ നോക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ, അഭിനയിച്ച് മത്സരിക്കാനുള്ള ഒരു അവസരമൊക്കെ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. സുധീരേട്ടനും റിയാസ്ഖാനും തമ്മിലുള്ള നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു അഭിനയ മത്സരമൊന്നും ഉണ്ടായിട്ടില്ല. സൗഹൃദപരമായ അപ്രോച്ചായിരുന്നു ഉണ്ടായിട്ടുള്ളത്. ഈ സിനിമ എന്നും സിനിമയിലായാലും അങ്ങനെ ഒരു കഥാപാത്രം വന്നിട്ടുണ്ട്. അവന്റെ കൊച്ചുരാജാവിനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതും ഒരു സൗഹൃദപരമായിട്ടുള്ള എൻഡിങ് ആയിരുന്നു അല്ലേ ലാസ്റ്റ്. ഇത് ഞാൻ പുള്ളിയായിട്ട് കോമ്പിനേഷൻ ഒന്നുമില്ല, പക്ഷെ ഞാൻ അനീഷുമായിട്ട് കോമ്പിനേഷൻ ഉണ്ട്. വേറൊരു ട്രാക്കിൽ പോകുന്നൊരു കഥാപാത്രമാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതൊരു
എൻ്റെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വേറിട്ടൊരു കഥാപാത്രം, ഒരു ഫാമിലി മാൻ. അതിൽ എനിക്കൊരു കാര്യമായിട്ട് പറയാനുണ്ട്. അത് നമ്മളിപ്പോ റിയാസിക്കായാലും സുഖീറനായാലും ഒരു സ്ഥിരം പാറ്റേണിലല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ? നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ ഇതേപോലെ കൗണ്ടർ കാര്യങ്ങൾ തിരിച്ച് ഡിഫറെന്റ് ആയിട്ട് ഉള്ള ക്യാരക്ടറാണ് ഈ രണ്ടുപേരും ചെയ്തേക്കുന്നത്. ഈ സുഖീറൻ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അത് സിനിമ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പൊതുവെ വരുന്ന ശബരിമല റിലേറ്റഡ് മൂവീസിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമായിരിക്കും ഈ സിനിമ? എത്രത്തോളം ടെംപ്ലേറ്റ് വൈസ് ആയാലും എല്ലാ കാര്യങ്ങളിലും എത്രത്തോളം ഡിഫറെന്റ് ആയിരിക്കും? നേരത്തെ പറഞ്ഞല്ലോ, ഇത് സാധാരണ ഒരു ഭക്തി സംഭവമല്ല, ഇതൊരു ടെററിസം. അതായത് 6 ഡിസംബർ 6 കുറച്ച് തൽപര കക്ഷികൾ ഇത് അമ്പലത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നു. അതിനെ പ്രിവെന്റ്, അങ്ങനെ ഒരു സബ്ജക്റ്റാണ്, അതിലൂടെയാണ് കഥ പോകുന്നത്. ഇതിനകത്ത് അമ്മ കഥാപാത്രമാണ്. ഹരീഷിന്റെ അമ്മയായിട്ടാണ്, കോട്ടയം രമേശിന്റെ ജോഡിയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അമ്മ, എനിക്ക് നീതി പുലർത്താൻ കിട്ടുന്ന ഏത് കഥാപാത്രവും അതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ആ കലയെ ഇഷ്ടപ്പെടുന്ന, ഉപാസിക്കുന്ന ഏതൊരു ആർട്ടിസ്റ്റിനും നീതി പുലർത്താൻ കഴിയുന്ന, ധർമ്മക്കാരി ആയിക്കോട്ടെ അല്ലെ ജഡ്ജി ആയിക്കോട്ടെ, നീതി പുലർത്താൻ കഴിയുന്ന കഥാപാത്രം കിട്ടണമെന്നാണ് ആ കലാകാരനോ കലാകാരിയോ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോ ഒരു നോവലിസ്റ്റ് ആയാലും ഗാനരചയിതാവായാലും കഥാകൃത്തായാലും അവരുടെ തൂലികത്തുമ്പിലൂടെ, അവരുടെ ചിന്തയിലൂടെ ഉരുത്തിരിയുന്ന ആശയങ്ങളെ അനേക കാലത്തെ അവരുടെ പ്രയത്നം കൊണ്ടാണ് ആ ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞ് ഒരു കഥയാക്കുന്നത്. അവരുടെ തൂലികത്തുമ്പിലൂടെ അക്ഷരങ്ങളെ വാക്കുകളാക്കി, വാക്കുകളെ കണ്ണികയാക്കി, കഥയാക്കി, കഥാപാത്രങ്ങളെയും കഥയും സൃഷ്ടിക്കുന്ന ആ സൃഷ്ടികർത്താവാണ് ഏറ്റവും, ഈ ലോകത്തെല്ലാം സൃഷ്ടിയാണ് ഏറ്റവും വലുത്. അപ്പോ വെഞ്ഞാറമ്മൂട് വിഷ്ണു എഴുതി സംവിധാനം ചെയ്ത ഈ ശ്രീ അയ്യപ്പൻ, അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. അദ്ദേഹമല്ല, വിഷ്ണുമോൻ. അപ്പൊ ഞങ്ങളുടെ കൂട്ടായ്മ അതിൽ ഉണ്ടാവാക്കിയത്. അപ്പോ സംഗീതവും ഓരോ സിറ്റുവേഷനും കഥയും മ്യൂസിക്കും സംഗീത രചയിതാവും എല്ലാം കൂടെ നമ്മുടെ കഥ, ക്യാമറാമാന്, കോർഡിനേറ്ററെ, ഡിസ്ട്രിബ്യൂട്ടറെ എന്ന് വേണ്ട എഡിറ്റിങ്, മൊത്തത്തിൽ കുറെ കലാകാരുടെ ഹാർഡ് വർക്ക്, കഠിനാധ്വാനത്തിന്റെ പേരിലാണ് ഒരു പടം. എത്ര കടമ്പ കടന്നാണ്, കഷ്ടപ്പെട്ടാണ് തിയേറ്ററിൽ ഒരു പടം ഇറങ്ങുന്നത്. അപ്പോ അത് കണ്ട് ഇത് കൊള്ളത്തില്ല എന്നൊന്നും പറഞ്ഞ ഓഡിയൻസിന്റെ പ്രതികരണം ചിലപ്പോൾ പറഞ്ഞാൽ അവിടെ നമ്മൾ തോറ്റുപോകും. അങ്ങനെ പറയാതിരിക്കട്ടെ. ഇത് ഞങ്ങൾക്ക് പ്രതീക്ഷയുടെ ഒരു സിനിമയാകട്ടെ. വിഷ്ണുവിന്റെ തുടക്കം, സംവിധാനം ഏറ്റവും ബെറ്റർ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹാശംസകളും ഈ അമ്മയുടേതും വിഷ്ണുമോൻ ഉണ്ടാകുന്നു. ഞങ്ങൾക്കെല്ലാം, ഞാനും അതിൻ്റെ ഒരു ഭാഗമല്ല. അപ്പോ തിയേറ്ററിൽ വരുമ്പോ നല്ല ഒരു പ്രതീക്ഷയ്ക്ക് വകയാകട്ടെ ശ്രീ അയ്യപ്പൻ എന്ന് ആശംസിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. അതായത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ കാണുന്ന മനുഷ്യൻ കൈ കൊടുക്കാതെ കാണാത്ത ദൈവത്തിനോട് കൈയിട്ടാൻ നടക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യന്മാര് ദൈവങ്ങളാവുന്ന ഒരു കാലഘട്ടം. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തില് പിന്നൊരു സിനിമ ഇറങ്ങുന്നതുകൊണ്ട് എന്തൊരു പ്രയോജനമുണ്ട്? സിനിമ എന്ന് പറഞ്ഞാല് സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു പറ്റ ആളുകളാണ്. നിങ്ങളുടെ വിജയമാർക്കാണ് സിനിമ. സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ അത് എന്റർടൈൻമെന്റ് ആണ്. അത് ആ രീതിയിൽ കാണുക. അതിന് സത്യാവസ്ഥയും അസത്യങ്ങളും തിരിഞ്ഞായിരിക്കും. അത് സിനിമ അത്രയും. അത് വേറെ പിന്നെ കാണുന്ന ദൈവമാണോ കാണാത്ത ദൈവമാണോ, ഇതെല്ലാം മനുഷ്യന്റെ സൃഷ്ടിയാണ്. മനുഷ്യനല്ലേ ദൈവത്തിന് ഉണ്ടാക്കിയത്. അപ്പൊ സിനിമ ഉണ്ടാക്കുന്ന മനുഷ്യൻ ലോകത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ ഏതാന്ന് പോലും തിരിച്ചറിയാൻ മേലാതെ ഇത് കാലാകാലം ഇപ്പൊ ഉള്ള കാര്യമല്ല. ഇത് കാലാകാലം ഇപ്പൊ എല്ലാം പറഞ്ഞു വരുന്നത്
അവരെ ഈ പറഞ്ഞ പോലെ ദൈവവേദ മനുഷ്യവേദ അവരെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. വേറെ നമ്മൾ ഞാനും താങ്കൾ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് അല്ലേ? അവിടെ പിന്നെ ക്വസ്റ്റ്യൻ നമ്മളാ വലിയൊരു ലോകം ശരിയാവണമെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ വഴി ഞാൻ പറയാം, അത് സ്വയം നന്നാണ്. അതാണ് നമ്മൾ നന്നായി. നമ്മൾ ചെയ്ത് വെച്ചിരുന്ന കരിയോഗ്രാഫ് ഉണ്ടാവും, ചെയ്ത കഥാപാത്രങ്ങൾ ചെയ്ത് വെച്ചിട്ട് കരിയോഗ്രാഫ് ഉണ്ടാവും. നമ്മൾ ചെയ്ത കഥാപാത്രങ്ങൾ, നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്ന ആക്ടേഴ്സ് പഠിച്ച കാര്യങ്ങൾ. ഒരു ആക്ടറായിട്ട് ടെക്നിക്കലായിട്ട് നോക്കുമ്പോൾ എനിക്ക് ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്യും. എനിക്ക് ഈ പോർഷനിലൊക്കെ ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്യണം. ആൾ പറഞ്ഞ പോയിന്റ് കുറച്ചുകൂടെ ഞാൻ നോട്ട് ചെയ്യണമായിരുന്നു എന്ന് തോന്നിയ പോയിന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? അത് മിക്കവാറും കുറെ സിനിമകൾ തോന്നും. ഒരു സിനിമയിൽ ഒതുങ്ങില്ല, കുറെ സിനിമകൾ തോന്നും. മാക്സിമം നമ്മൾ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അത് മാക്സിമം എക്സൽ ചെയ്യാൻ നോക്കുകയാണ്. പിന്നെ അതിൽ നിന്ന് കാണുമ്പോൾ ഓക്കെ, പിന്നെ ഡയറക്ടർ അത് ഓക്കെ പറഞ്ഞു, ഡയറക്ടർ ഓക്കെ പറഞ്ഞു, ഓക്കെ ഫൈൻ. നമ്മൾ അതിലേക്ക് വീണ്ടും അത് ബെറ്റർ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നന്നാകാതെ പോകും. ഇതായിരിക്കും മീറ്റർ, ഇതിങ്ങനെ ചെയ്ത മതിയായിരിക്കും, ഈ കഥാപാത്രം ഇത്രയും ചെയ്ത മതിയായിരിക്കും. അത് ഓക്കെ, അത് ഡയറക്ടർ ഓക്കെ പറയുന്നില്ല. ഡയറക്ടർ സേസ് കട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ ആണ്. അതിനപ്പുറം നമ്മൾ സന്തോഷിക്കാറില്ല. സിനിമ പോലെ തന്നെ അത്രയും പ്രമുഖമായ സീരിയൽസ്, സിറ്റ്കോംസ് ആയാലും ശരി, ചിലപ്പോൾ ഫാമിലി ഓഡിയൻസിന് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതായിരുന്നു അതൊക്കെ. നമ്മൾ പ്രേക്ഷകന് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് നമുക്ക് തിരിച്ചറിയും. നമ്മൾ ഇതേപോലെ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ ഓഡീഷൻ ചെയ്യുമ്പോൾ ഇവർ ഇന്ന കാറ്റഗറിയാണ്, ഇവർ ഇതുപോലെ ചെയ്യുന്ന ഒരു ആളുകളാണല്ലോ, ഈ ക്യാരക്ടർ സെറ്റ് ആവും എന്ന് ഒരുപാട് റിജക്ഷൻസ് ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഫേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും അങ്ങനെ ഫേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? എനിക്കോ? ഞാനത് ആപ്റ്റല്ല എന്ന് പറഞ്ഞത് അങ്ങനെയാണോ? അതായത് ഇപ്പം സീരിയൽസുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന് സിനിമ ഇത് സെറ്റ് ആവത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ കഥാപാത്രം സെറ്റ് ആവത്തില്ലായിരിക്കാം എന്നങ്ങനെ അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അറിയുന്നില്ല. ഇപ്പൊ എന്നിലേക്ക് എത്തുന്നില്ലല്ലോ. അത് മുളയിലെ നുള്ളിക്കളയുകയാണല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പിന്നാലെ വിളിക്കാം എന്ന് പറയുന്ന സമയത്ത് അവിടെ പറയുന്നത് റിജക്ഷൻസ് വരികയാണെങ്കിൽ അങ്ങനെ വരും. നേരെ മറിച്ച് എന്നിലേക്ക് എത്തുകയാണെങ്കിൽ എന്നിലേക്ക് തന്നെ എത്തുമല്ലോ. പക്ഷെ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, നമ്മൾ പ്രേക്ഷകന് കൊടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. അല്ലെങ്കിൽ ആ പ്രേക്ഷകൻ ഒരു സീൻ, നമ്മൾ എൻ്റെ ഒരു സീൻ ചിരിക്കുമ്പോൾ അത് ഞാനിട്ട കോമഡിയാണ്, ഞാൻ എഫേർട്ട് ഇട്ടതാണ്. അതെ അതെ, അത് പലപ്പോഴും അല്ലെങ്കിൽ ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടു എനിക്ക് വേണ്ട റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്നത് ഡിപ്പെൻസ് ആണ്. ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളായിരിക്കും, ചില കൗണ്ടറുകളായിരിക്കും, ചില സീക്വൻസുകളായിരിക്കും നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മൾ സ്വീകാര്യമാകുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരുപാട് എഫേർട്ട്, ഞാൻ കൊറോണ കാലത്ത് ഒരു ഷോർട്ട് മൂവി ചെയ്തിരുന്നു, ബാർബേറിയൻ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ട്. ഞാൻ വളരെ എഫേർട്ട് എടുത്തിട്ട് ഒരു ബാർബറായിട്ട് അഭിനയിച്ചൊരു ഒരു ഷോർട്ട് ഫിലിമായിരുന്നു. അപ്പൊ അതിന് ഞാൻ പോയിട്ട് ഈ പറഞ്ഞ പോലെ ഈ 2 ദിവസം ഞങ്ങൾ അടുത്തുള്ള സലൂണിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്യുന്നതും ഷേവ് ചെയ്യുന്നതും ഒക്കെ പഠിച്ചിട്ട് പോയതാണ്. പക്ഷെ ഞാൻ വളരെ എഫേർട്ട് എടുത്ത് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷേ സംസ്ഥാന അവാർഡ് വരുന്ന സമയത്ത് ഞാൻ പരിഗണിച്ചത് പോലും. അപ്പൊ ഇത് സ്വാഭാവികമാണ്. ചിലപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഞാൻ ശ്രീനാരായണ ഗുരുവായിട്ട് അഭിനയിക്കുമ്പോൾ 2005 എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടുന്ന സീരിയലിൽ അങ്ങനെ എഫേർട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. അതവർക്ക് സ്വീകാര്യമായ അവർ തന്നു. 2018 എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ അലിയൻസിലാണ് കിട്ടിയത്. 2013 എനിക്ക് സ്റ്റേറ്റ് അവാർഡാണ്, ബെസ്റ്റ് ആങ്കർ അവാർഡ്. അത് ഞാൻ അതിന് പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. പക്ഷെ ഞാൻ ഒരുപാട് കരുതി കൂട്ടി പഠിച്ച് ഹോംവർക്ക് ചെയ്ത് വന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കപ്പെടുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഡിപ്പെൻസ് ആണ്, സാഹചര്യവശാൽ സന്ദർഭവശാൽ സംഭവിച്ചു പോകുന്നതാണ്. പക്ഷെ വരുന്നത് എന്താണെങ്കിലും അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ ഇന്നും എന്ന്. അവാർഡിനെ കുറിച്ച് പറഞ്ഞപ്പോ അഭി എന്നാൽ സംസ്കൃത പദമാണ്. അഭി എന്നാൽ മുന്നോട്ട് എന്നാണ് അർത്ഥം. നയിക്കുക, മുന്നോട്ട് നയിക്കുക. ഒരു അഭിനേത്രിയോ അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം എവിടം വരെ പോകും, അവരുടെ മുന്നോട്ടുള്ള യാത്ര എവിടം വരെയാ? ബിറ്റ്വീൻ ദ ഓഡിയൻസ് ആൻഡ് ആക്ടേഴ്സ് ഉള്ള അത്രയും ദൂരം വരെ ഉള്ളൂ അഭിനയം. അപ്പോൾ പ്രതികരണം, തൂലിക തുമ്പിലൂടെ തൽപര കക്ഷികൾക്കിടുന്ന അവാർഡല്ല ഒറിജിനൽ അവാർഡ്. ഓഡിയൻസിന്റെ പ്രതികരണം, തത്സമയം പ്രതികരണമാണ് നമ്മുടെ അവാർഡ്, യഥാർത്ഥ അവാർഡ്. അവരുടെ സംതൃപ്തി, അവര് നമ്മളെ എങ്ങനെ കാഴ്ചപ്പാട് അവരുടെ എങ്ങനെയാണോ അവിടെയാണ് നമ്മുടെ അഭിമാനം, നമ്മുടെ അവാർഡ്. അപ്പോ ഓരോ കഥാപാത്രവും അവരെങ്ങനെ ഉൾക്കൊള്ളുന്നു, ഏത് കഥ എങ്ങനെ ഉൾക്കൊള്ളുന്നു കണ്ടോണ്ടിരിക്കുകയല്ലേ. അതുപോലെ തന്നെ ഒരു കഥ
നാടകമായാലും സിനിമയായാലും തത്സമയം മനുഷ്യ മനസ്സിന് മാറ്റമുണ്ടാകുന്ന ഒരു ഉപാധിയാണ്, കലാസൃഷ്ടിയാണ് അഭിനയം. ചിലപ്പോ ഒരു ഹൊറർ ആയിക്കോട്ടെ, ആ കഥാപാത്രം കണ്ടുകൊണ്ടിരിക്കുകയല്ലോ, എനിക്ക് അങ്ങനെ ആകാൻ പാടില്ല. ചിലപ്പോൾ വ്യതിയാനമുണ്ടാകും, മനസ്സിന് മാറ്റമുണ്ടാകുന്നതാണ് അഭിനയം. ഓരോ കഥാപാത്രങ്ങളും കഥയും എല്ലാം അങ്ങനെയാണ് ഈ സമൂഹത്തിന് മാറ്റം ഉണ്ടായിരിക്കുന്നത്. സിനിമയും നാടകവും ആ കഥാകൃത്തുക്കളുടെ കഥയിൽ നിന്നാണ് നമ്മുടെ സമൂഹത്തിൽ ഇതുവരെയുള്ള മാറ്റമെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, എന്താ ചോദിക്കാൻ ഞാൻ പ്രതിക്കുന്നു അങ്ങനെയല്ല, അങ്ങനെയല്ല. എനിക്കിപ്പോഴും മലയാളം വായിക്കാൻ അറിയില്ല, ഇപ്പോഴും അറിയില്ല. ബാലേട്ടൻ ചെയ്യണ സമയത്ത് ഞാൻ തമിഴിൽ ഓൾമോസ്റ്റ് 75 ഫിലിംസ് ചെയ്ത് കഴിഞ്ഞു. AR മുരുകദാസിന്റെ രമണ എന്ന് പറഞ്ഞ പടം, വിജയകാന്ത് സാർ അഭിനയിച്ച പടം, അത് സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ടാണ് വിനു സാറിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് പോയപ്പോൾ അവിടെ ഒരു ചേട്ടനുണ്ട്, AD ഉണ്ട്, ഗോവിന്ദകുട്ടി ചേട്ടൻ. ഓക്കെ, ഗോവിന്ദകുട്ടി ചേട്ടൻ വന്നിട്ട് ഞാൻ ലാസ്റ്റ് സീൻ, ക്ലൈമാക്സ് ബിഫോർ സീൻ, പെണ്ണാണ് വരുന്ന സീനിൽ ഒരു 5-6 പേജ് ഡയലോഗ് ഉണ്ട്. ആ പേപ്പർ തന്നിട്ട് പോയി, ഞാനത് വാങ്ങിച്ച് വെച്ച് ദേവേനെ അടുത്ത് വന്നില്ല. എന്താ വ്യാസ് എന്റെ പേപ്പർ കൊടുത്തിട്ട് പോണാங்க, ഇത് മലയാളം എഴുതാൻ தெரியாது, പഠിക്കാൻ தெரியாது, പറഞ്ഞു വെച്ച്. ഒരു 1 hour കഴിഞ്ഞപ്പോൾ താഴത്തെ സീൻ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ഞാൻ താഴെ വന്നപ്പോൾ എല്ലാം സെറ്റാണ്. ഞാൻ ആ പേപ്പർ ഡയറക്ടർ എടുത്ത് കൊടുത്തു. ലാൽ സാർ ഉണ്ട് കൊടുത്തു. സാർ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, ഇതെന്താണ് എഴുതി എന്നെ തന്നിട്ട് പോയി. 2 മണിക്കൂർ തന്നിട്ട് പോയി സീൻ വായിച്ചു പഠിക്കാൻ. എനിക്കറിയില്ല, ഇപ്പൊ പറഞ്ഞാൽ ചെയ്യാമോ? അതാണ് ഞാൻ പറഞ്ഞത്. എന്തോ കേട്ടു, എനിക്കോ കേട്ടു. ഇതാണ് അത് ഓക്കെയാണ്. അത് കഴിഞ്ഞെന്ന് വെച്ചാൽ ബാലേട്ടൻ ബിക്കം സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. ബാലേട്ടൻ എല്ലാ ലാംഗ്വേജിലും റീമേക്ക് ചെയ്യാൻ കണ്ട ആൾക്കാരാണ്, പക്ഷെ റീമേക്ക് അതായില്ല. ആ കാലഘട്ടത്തിൽ ദാറ്റ് ഈസ് ബാലേട്ടൻ ഉള്ള സിനിമ ആ സമയത്ത് അതർ ലാംഗ്വേജിലുള്ള ഹീറോസ് അതായത് അവർക്ക് ഇങ്ങനത്തെ പടം ചെയ്യാൻ താല്പര്യമില്ല. എന്നുവെച്ചാൽ അതിൽ ലാൽ സാർ എൻ്റെ മുമ്പിൽ പല സീനിലും ചെറുതായി പോകുന്നതാണ്. സോ അതർ ലാംഗ്വേജിലുള്ള ഹീറോസിന് അങ്ങനെ ചെയ്യേണ്ടതാണ്. സോ അത് നടന്നില്ല. പക്ഷെ സിനിമ കണ്ടു, ഓൾ ദ ഡയറക്ടേഴ്സും ഇഷ്ടപ്പെട്ട് എല്ലാവരും അതിൽ നിന്ന് പിക്ക് ചെയ്ത് തന്നെയാണ്. സോ എല്ലാ ഭാഷകളിലും ഞാൻ നേരത്തെ എല്ലാ ഭാഷയും ചെയ്തിട്ടുണ്ട്, പക്ഷെ കൂടി എല്ലാ ഭാഷയിലും ഇപ്പോൾ റിയാസ് കാണാതെ പെണ്ണാണ് അവിടെ കൂട്ടുന്നത് പറഞ്ഞ് അങ്ങനെ കുറെ വർഷം കഴിഞ്ഞിട്ട് ബാലേട്ടൻ തെലുങ്കിൽ ചെയ്ത് അപ്പോഴും So, last question ആയിട്ട് ഒരു question. Okay. മലയാള സിനിമയിൽ കുറെ സിനിമയുടെ ഭാഗമായിട്ടുള്ളതാണ് റിയാസ്. അപ്പോൾ റിയാസ്ക്ക് തോന്നുന്ന ഒരു റിലീസ് ആഗ്രഹിക്കുന്ന ഒരു പടം ഏതായിരിക്കും? ജലോത്സവം ജലോത്സവം നിങ്ങളെ പോലെ ഇത്രയും മീഡിയ ആൾക്കാർ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഈ ആഘോഷം അന്ന് നടന്നു പോയെങ്കിൽ അടിച്ചു കയറി ജലോത്സവം നടന്നില്ല. ആണ്. സോ അത് അന്നേ ഇത്രയും ഹിറ്റായി പോയി ജലോത്സവം ഇറങ്ങി. അത് ആ ഹിറ്റ് ആരും ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്നു. പടം ഭയങ്കര എൻജോയ്മെന്റാണ് ചെയ്തത്. നമ്മളെല്ലാവരും സിബി സാർ, എല്ലാവരും ചക്കോച്ചൻ, ഞാൻ, നബിയ, ജഗദീഷ് ചേട്ടൻ. എനിക്ക് ഇത്രയും സ്ക്രീൻ സ്പേസ് ജഗദീഷ് സാറിൻ്റെ കൂടെ ഇത്രയും ലെജൻഡ് ആക്ടറോട് കിട്ടിയ സിനിമയാണ്. ഞാൻ എല്ലാ സിനിമയിലും ജഗദീഷ് സാറായിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു സീൻ വരും. ഇതെല്ലാം നല്ല സിനിമ എനിക്ക് സീനുണ്ട്. പക്ഷെ ഫുൾ ലെങ്ത് ആയിട്ട് സ്ക്രീൻ സ്പേസ് പുള്ളിയുടെ കൂടെ പെർഫോം ചെയ്യാൻ ജഗദീഷ് സാർ എനിക്ക് ബുദ്ധിമുട്ട് ഡിപ്ലോമ ഉണ്ട്. അതാണ് ആ സിനിമ വരണമെന്ന് പറഞ്ഞത്. അത് അവിടെ വള്ളംകളിയിൽ വന്നിട്ട് നെക്സ്റ്റ് ഈ വള്ളംകളി ആരെടുത്ത് നടത്തുമെന്ന് പറഞ്ഞ ഒരു ചർച്ചയിൽ ജഗദീഷ് സാറ് എന്നെ ദുബായ് ജോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ ഒരു കൗണ്ടർ ഇട്ട് വേറൊരു കൗണ്ടർ ഇട്ട്, അതായത് ഇതിലില്ല. ഓക്കെ,
പുള്ളിയുടെ കൗണ്ടർ നേരെ പിടിച്ച് സംസാരിക്കണ്ട ചെയ്യുന്നുണ്ട്. ആ സീൻ എടുത്ത് അറിയാൻ മതി, കാണാൻ പറ്റും. അങ്ങനെ പറ്റത്തുള്ളൂ. ആക്ടറായിട്ട് കുറെ കണ്ടവാൻ ഇഷ്ടമായ ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് അങ്ങനെയല്ല. ആസ് എൻ ആക്ടർ നമ്മൾ ഇപ്പൊ ഞാനൊരു സിനിമ എടുത്ത് കാണുകയാണെങ്കിൽ അതിലൊരു ഒരു ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ ഞാനത് ആലോചിക്കുന്നത് ഞാൻ ചെയ്താൽ എത്ര വ്യത്യാസമാണ് ചെയ്യുന്നത്, എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഇതിനെക്കാളും ബെറ്ററായിട്ട് ഞാൻ ചെയ്യുന്നത്, അത് മനസ്സിൽ കാണുമല്ലോ. ഒരു ക്യാരക്ടറില്ല, അത് ആക്ടറിന് അത് ലിമിറ്റ് ഇല്ല അല്ലേ? ആക്ടർ അവിടെ ലിമിറ്റ് ഇല്ലല്ലോ, ഇത് മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ ഏത് ക്യാരക്ടർ കാണുമ്പോൾ ചില ക്യാരക്ടർ എല്ലാം ചെയ്യാം എന്ന് കോൺഫിഡൻസ് ഉള്ളത് കുറച്ച് പേര്. ചില ക്യാരക്ടർ മാത്രം ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാം. എനിക്കങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എനിക്കുണ്ട് കേട്ടോ, പക്ഷെ അത് തരുന്നില്ല. തന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. അല്ലല്ല, എനിക്ക് ഞാൻ ദീപു കർണാരസാനങ്ങളൊക്കെ ഇതുപോലെ അടുത്തിരുന്ന് സംസാരിക്കും. വെറൈറ്റി ഇങ്ങോട്ട് ചിരിക്കുവന്നാലും, കാരണം എനിക്ക് വ്യത്യസ്ത ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹം. നാടകത്തിലൊക്കെ ഒരു 50 വർഷം ഞാൻ അഭിനയിച്ചതാണ്. ഒരു വർഷം 3 കഥാപാത്രങ്ങൾ, വ്യത്യസ്ത ക്യാരക്ടർ. ഇവിടെ നമ്മൾ നടത്തം, സൗണ്ട് എല്ലാം വെറൈറ്റി ആക്കിയിട്ട് അപ്പം നമ്മൾ ചെയ്തതാണ്. അപ്പം സിനിമയിലും അങ്ങനെ കിട്ടണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനൊരു ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ ഏജ് സോറി ഏജ് പറയല്ല, ഈ വയസ്സിലും ഈ ഫയർ ഉണ്ടല്ലോ, ഇതാണ് ഞങ്ങളുടെ ഉള്ളിൽ ഉള്ള ഒരു ബിഗ്ഗസ്റ്റ് പോയിന്റ്. ബിക്കോസ് ഇതാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇത് ഫീൽ ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കരവന്നുണ്ട്. പിന്നെ കരവ ഉണ്ടെങ്കിൽ തന്നെ ഞാനൊക്കെ പുറത്തേ ഇരിക്കും ഇപ്പോഴും. കാരണം അതാണ് ഇഷ്ടം. കാരണം എന്നും ഉണ്ടാവില്ല. അല്ല, ഇപ്പൊ സൗഹൃദം എല്ലാവരും ആസ്വദിക്കുന്നുണ്ട് നമ്മുടെ മുമ്പ്. ഇപ്പൊ സൗഹൃദത്തിന് കുറവൊന്നുമില്ല സിനിമയില്, അങ്ങനെയൊന്നുമില്ല. കാരണം സൗഹൃദം കൊണ്ടുവരില്ല. കാരണം കിടക്കുന്ന നമ്മൾ ഉറങ്ങിക്കോളും, സൗഹൃദം ഉള്ളവർ വിളിക്കണം. എന്തോ ഞാൻ ആഗ്രഹിക്കുന്ന റിലീസ് എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച കൊച്ചു രാജാവ് റിലീസ് ചെയ്യണം. പിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അഭിനയിച്ച ഒരു സിനിമയാണ് മര്യാദരാമൻ. ഇവൻ മര്യാദരാമൻ. അത് തിയേറ്ററിൽ ഹിറ്റ് ആയിരുന്നില്ല. അതൊന്ന് ഇപ്പം ടി വി വരാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്, ഭയങ്കര അഭിപ്രായം പറയുന്നുണ്ട്. ആ സിനിമയൊക്കെ ഒന്ന് റിലീസ് ചെയ്താൽ അത് നല്ല കാര്യമായിരിക്കും എനിക്ക് തോന്നുന്നു. നല്ല ഒരു സിനിമയാണത്. ആലോചിച്ചാണ് അത് റിലീസ് ചെയ്തത്. അത് നന്നായിരിക്കില്ലേ? ദിലീപന്റെ പല പടങ്ങളും ഉണ്ട്. അതുപോലെ വയ്യ ഒക്കെ അന്നത്തെ കാലത്ത് വലിയ സാമ്പത്തികമായിട്ട് മുന്നേ വരാത്ത പടം, അതൊക്കെ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒത്തിരി പടങ്ങളുണ്ട് പറയുകയാണെങ്കിൽ. ഞാൻ അഭിനയിച്ച് ആദ്യമായിട്ട് അഭിനയിച്ചൊരു വാസ്തവമായിരുന്നു. അതിനകത്തൊരു ഹോട്ടലിൽ ചായ എടുക്കുന്ന പടമുണ്ട്, അരവിന്ദ് സാർ. അതൊക്കെ റിലീസ് ചെയ്യണം. എവിടെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ഷോട്ടേ ഉള്ളൂ. ഡ്രാഗുളയോ? സത്യം പറഞ്ഞാല് അത് ഇതുവരെ ഒരു യൂട്യൂബിലല്ലാതെ ഒരു ചാനലിൽ വരാത്തൊരു സിനിമയാണ്. അതറിയാവോ? ഇത്രയും കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ട് ഹിന്ദിയിലും ഹിന്ദി സിനിമയിൽ വന്നിട്ടുണ്ട്, ഹിന്ദി ടിവിയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ മലയാളത്തില് ഒരു ചാനലിലും ആ സിനിമ വന്നിട്ടില്ല. അതിന്റെ പ്രൊഡ്യൂസർ തമിഴില് അദ്ദേഹം യൂട്യൂബുകാർക്ക് അത് നിസ്സാരമായിരിക്കും പറ്റുള്ളൂ. അത് തിയേറ്ററിൽ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് വിനയ സാറോട് വിചാരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാൻ ആഗ്രഹം. ചേച്ചിയുടെ പാട്ടോടുകൂടി പ്രസ് മീറ്റ് അവസാനിപ്പിക്കാനാണല്ലോ. പാട്ടിന്റെ ABCD പോലും കാക്കക്കുയിലേ ചൊല്ലു കൈ നോക്കാനറിയാമോ? കാക്കക്കുയിലേ ചൊല്ലു
കൈ നോക്കാനറിയാമോ? പൂത്തു നിൽക്കും ആശകളെന്ന് കായ്ക്കുമെന്നു പറയാമോ? കാക്കക്കുയിലേ ചൊല്ലൂ, കൈ നോക്കാനറിയാമോ? കാറ്റേ കാറ്റേ കുളിർ കാറ്റേ, കണിയാൻ ജോലി അറിയാമോ? കണ്ട കാര്യം പറയാമോ? കാറ്റിലഞ്ഞി പൂക്കളാലെ കബടി വയ്ക്കാൻ അറിയാമോ? കാക്കക്കുയിലേ ചൊല്ലൂ, കൈ നോക്കാനറിയാമോ? അടിപൊളി അടിപൊളി. ശ്രുതിയോ താളോ ഒന്നും ആരും പുഴമണിത്താളം കേട്ട് നീ ഒരു പാട്ട് പാടി കുയിലാളെ. പുഴമണിത്താളം കേട്ട് നീ ഒരു പാട്ട് പാടി കുയിലാളെ. ഓരടി വെച്ച് ഈരടി വെച്ച് ഇതുവഴി നടകളെ. ഓരടി വെച്ച് ഈരടി വെച്ച് ഇതുവഴി നടകളെ. ഓരടി വേഗേ ഈരടി വേഗേ ഇതുവഴി നടകളെ. പുലരിപ്പൂവിതളുണരും നേരം കൂട്ടുപോരടി പെണ്ണാളെ. പുലരിപ്പൂവിതളുണരും നേരം കൂട്ടുപോരടി പെണ്ണാളെ. മണമേൽക്കാനിതിരെ വരുവൻ കുളിരോളും കാറ്റേ. മണമോൽക്കാനിതിരെ വരുവൻ കുളിരോളും കാറ്റേ. മണമോലും കാറ്റേ. പുഴമണിത്താളം കേട്ട് നീ ഒരു പാട്ട് പാടി കുയിലാളെ. പുഴമണിത്താളം കേട്ട് നീ ഒരു പാട്ട് പാടി കുയിലാളെ.